സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ചിൽഡ്രൻസ് ഡേ ആണ്, അതായത് നമ്മുടെയൊക്കെ ദിവസമാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻസ് ഡേക്ക് നമ്മളൊരു തൊപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ചാച്ചാജി തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും വെറും ഒരു A4 ഷീറ്റ് കൊണ്ട്. ഓക്കെ, വെറും ഒരു A4 ഷീറ്റ് കൊണ്ടാണ് നമ്മൾ ഇന്ന് തൊപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. അത് വെറും സിമ്പിളാണ്. അതായത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഈ ഫാൻസി ഡ്രസ്സ് പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് അയക്കുന്ന നേരത്തെ ഈ തൊപ്പി കിട്ടാണ്ട് കുറേ പേര് കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ അതിനൊരു പ്രത്യേകിച്ച് ഒരു വഴി, ഒരു 50 പൈസ 1 രൂപയുടെ ചിലവിൽ നമുക്കൊരു അടിപൊളി തൊപ്പി ഉണ്ടാക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 1 2 ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പറ്റാവുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണെ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം എല്ലാം താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും വീഡിയോയിലോട്ട് പോവാം. 1 2 3 ബ്ലം. അപ്പോൾ ഈ തൊപ്പി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് A4 ഷീറ്റാണ്. അത് നമ്മളിത് അവിടെ എടുത്തിരിക്കുകയാണ്. A4 ഷീറ്റ് എടുത്തതിന് ശേഷം അത് കറക്റ്റ് പാതിയായി മടക്കുക. ഓക്കെ, കറക്റ്റ് പാതിയായി മടക്കിയിട്ട് അതിൻ്റെ ആ ലൈന് വരുന്ന രീതിയിലേക്ക് നല്ല ഷാർപ്പാക്കി മടക്കി വയ്ക്കുക. പിന്നെ അത് മടക്കിയതിന് ശേഷം നമുക്ക് ഒരു സ്കെയിലെടുത്ത് അതിൽ 3.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 2 ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഇങ്ങനെ അടഞ്ഞ് തുറക്കുന്ന ഭാഗത്ത് 3.5 മാർക്ക് ചെയ്തതിന് ശേഷം ആ 3.5 മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് നമ്മളത് ഫോൾഡ് ചെയ്യുക. 2 ഭാഗവും നമ്മളത് കറക്റ്റായി ഫോൾഡ് ചെയ്ത് നല്ല പെർഫെക്റ്റ് എഡ്ജ് വരുന്ന രീതിയിൽ അത് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് രണ്ടാമത്തെ ഭാഗം ഫോൾഡ് ചെയ്യാം. നമ്മളപ്പോൾ രണ്ടാമത്തെ ഭാഗവും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഫോൾഡ് ചെയ്ത ഭാഗം തുറന്ന് അതിൻ്റെ എഡ്ജ് കൂർത്ത ഭാഗം വരുന്ന ഭാഗം നമ്മൾ തള്ളവിരലുള്ളിക്കിട്ട് അതിനെ ട്രയാങ്കിൾ ഷേപ്പിലേക്ക് മടക്കുക. ആദ്യം ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. നിങ്ങൾ ആ തള്ളവിരൽ ആ കോർണറിനുള്ളിലേക്കിട്ട് നിങ്ങൾ അതിനൊന്ന് ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഉള്ളിലേക്ക് മടക്കിയെടുത്താൽ അത് കിട്ടുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ അതേപോലെ തന്നെ അടുത്ത ഭാഗവും നമുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രയാങ്കിൾ ആക്കി വെച്ചതിനെ ഒരു ഭാഗം ഫ്രണ്ടിലേക്കും ഒരു ഭാഗം ബാക്കിലേക്കും മടക്കി വയ്ക്കുക. ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഭാഗം ഫ്രണ്ടിലേക്കും മറ്റേ ഭാഗം ബാക്കിലേക്കും ആക്കി വയ്ക്കുക. അത് ചെയ്തതിന് ശേഷം ഇപ്പോൾ 2 സൈഡ് ഉണ്ടാവും. അതിനെ നമ്മൾ മേലേക്ക് മടക്കി വയ്ക്കുക. അതായത് ഈ കോർണർ വരുന്ന ഭാഗത്തേക്ക് ഈ അടിയത്തെ 2 പേപ്പറും നമ്മൾ മടക്കി വയ്ക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് മടക്കി വെച്ചതിന് ശേഷം ആ നടുവിലുള്ള പീസിനെ ഓരോരോ ഭാഗത്തേക്ക് എടുത്തു വെച്ച് അതിൽ ബാക്കി വരുന്ന ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി അതിനൊരു മാർക്ക് വരുന്ന രീതിയിൽ മടക്കി വെക്കണം. നമുക്കതിന് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിങ്ങനെ മടക്കി കറക്റ്റ് ഒരു ഫോൾഡ് വരുന്ന രീതിയിൽ 2 ഭാഗവും ചെയ്ത് വയ്ക്കുക. നമ്മളിവിടെ 2 ഭാഗവും ചെയ്തെടുത്തിരിക്കുകയാണ്. അത് ചെയ്തതിന് ശേഷം അവിടെ ഒരു ചെറിയൊരു ഭാഗം തുറന്നിട്ടുണ്ടാവും. ആ ഭാഗത്തേക്ക് നമ്മൾ ഈ എല്ലാ എഡ്ജും നമ്മൾ അതിനുള്ളിലേക്ക് നമുക്ക് അത് നൈസായിട്ടത് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് ചെയ്യാൻ പശയോ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യം വേണ്ട. ഇത് ജസ്റ്റ് ഈ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തിരികെ വയ്ക്കുക. അത്ര മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. അതേപോലെ നമ്മൾ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ അടുത്ത ഭാഗം കൂടി നമ്മളിതാ ഇവിടെ ചെയ്തെടുത്തിരിക്കുകയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അവിടെ നിലത്ത് വെച്ച് അതിനൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ചുളിവൊക്കെ നമുക്കൊന്ന് മാറിക്കിട്ടും. പിന്നെ ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഇങ്ങനെ ഉള്ളിൽ നമുക്ക് തോണി പോലെ ഉള്ള ഭാഗത്ത് നമ്മളിത് ഉള്ളിലേക്ക് അമർത്തി കൊടുത്തു എന്ന് വെച്ചാൽ നമുക്കിതാ ചാച്ചാജിയുടെ തൊപ്പി നമുക്കിത് അവിടെ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. ഇത്ര സിമ്പിളാണല്ലേ. വെറും 1 രൂപ 50 പൈസ ചിലവിൽ നമ്മളിത് ഒരു അടിപൊളി തൊപ്പി നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഗൈസ്. ലൈക്ക് അടിക്കുക പ്ലീസ്, സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നെഹ്റുജിയുടെ തൊപ്പി ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ
നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, ഒരു കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. പിന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണെ കൂടി എനേബിൾ ചെയ്ത് ഓളിലിട്ടേക്കണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല പുതിയ വീഡിയോസുമായി കണ്ടുമുട്ടാൻ പ്രതീക്ഷയോടെ